വെൽക്കം ബാക്ക് ടു ഇമ്മാനുവൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. നമുക്കിന്ന് IELTS എന്താണെന്ന് നോക്കാം. IELTSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഇതിൽ 4 മോഡ്യൂൾസാണുള്ളത്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഈ IELTS 2 രീതിയിലുണ്ട്. അക്കാഡമിക് IELTS ഉണ്ട്, ജനറൽ IELTS ഉണ്ട്. അക്കാഡമിക് IELTS എടുക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ കൂടുതലും എടുക്കുന്ന അക്കാഡമിക് IELTS ആണ്. അല്ല മൈഗ്രേഷൻ പർപ്പസിന് അല്ലെങ്കിൽ PR-ൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് ജനറൽ IELTS. പക്ഷേ മോഡ്യൂൾസ് ഇതാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു മാത്രം. നമുക്ക് ഈ മോഡ്യൂൾസ് എന്തിനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ നേറ്റീവ്സ് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ലിസണിങ് ടെസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് അവർ പറയുന്നതെല്ലാം കാര്യമായിട്ട് ക്ലിയർ ആവുന്നുണ്ടോ, അവർ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ, ലൈക്ക് അവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ലിസണിങ് ടെസ്റ്റ്. റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരുപാട് അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും ഉണ്ടാവും. അപ്പം ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എത്രമാത്രം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, എത്രമാത്രം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും, ഇതിനാണ് റീഡിംഗ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ റീഡിംഗ് ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതിന് കമ്പാറ്റബിൾ ആണെന്നാണ്. ഇനി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഗ്രാഫ് കിട്ടിയാൽ, ഒരു ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ അറിയാമോ, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിനൊക്കെയാണ് റൈറ്റിംഗ് ടെസ്റ്റ്. അതിനകത്ത് എസ്സേയും ഉണ്ട്, ജനറലുകാർക്ക് ലെറ്ററും അക്കാഡമിക്കാർക്ക് ഗ്രാഫുകളുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുമോ എന്നറിയാൻ റൈറ്റിംഗ് ടെസ്റ്റ്. ഇനി സ്പീക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, നിങ്ങളുടെ ഫ്ലുവൻസി, നിങ്ങൾക്ക് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിയാനാണ് സ്പീക്കിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് വിവരിച്ച് ഞാൻ പറഞ്ഞുതരാം.